ശിവരാത്രി സ്പെഷ്യൽ ഇഞ്ചിക്കറി കേട്ടോ. എൻ്റെ ഇഞ്ചിക്കറിയാണ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാ. ഇത് എനിക്കാണെങ്കിൽ പച്ചമുളകൊക്കെ എൻ്റെ കയ്യിൽ ഒരു വിരൽ എവിടെയെങ്കിലും ഒരു അരി എങ്ങാനും വീണാൽ ഭയങ്കരമായിട്ട് പുകയും. പക്ഷെ ഇതിൻ്റെ സീക്രട്ട് എന്തോ എനിക്കറിയത്തില്ല. ഇഞ്ചി ഞാൻ എത്ര അരിഞ്ഞാലും ഒരു പുകച്ചിലോ നീറ്റിലോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇഞ്ചി ഞാൻ ആദ്യം ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തൊലി വന്നു. നല്ല നാടൻ ഇഞ്ചിയായിരുന്നു. അത് വറുത്ത് കോരി ഞാൻ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെ ഇത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നവർ വിചാരിക്കും അയ്യോ കൈ വെച്ച് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ കൈ തന്നെ വെച്ച് ചെയ്യുന്നത് കേട്ടോ. സ്പൂണിനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഒരു ഒരു ഗുമ്മ് കിട്ടത്തില്ല. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വറുത്ത് കോരിയിട്ടുണ്ട്. എന്നിട്ട് മിക്സി നന്നായിട്ട് പൊടിച്ചെടുത്ത് കേട്ടോ. കടുക് പൊട്ടിച്ച് ആദ്യമേ ഞാൻ പുളിയും പിഴിഞ്ഞ് ഇച്ചിരി ശർക്കരയും വെള്ളത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതങ്ങ് മറന്നു പോകും സത്യം. നമ്മൾ എന്നും അങ്ങനൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. മീനഭരണി, ഓണം, ശിവരാത്രിയൊക്കെ വരുമ്പോഴേ ഞാൻ ഈ കലാപരിപാടിയിലോട്ട് ഇടയ്ക്കെങ്ങാനും വല്ലപ്പോഴും. അപ്പോൾ ഇടയ്ക്ക് ഇത് ഉണ്ടാകുമ്പോൾ ഞാൻ മറന്നു പോകും. ഇതപ്പോൾ വീണ്ടും വിളിച്ച് ചോദിച്ചിട്ടേ ഞാൻ ഇത് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ട് ഈ മുളക് പൊടിക്കകത്തോട്ട് ഇതിട്ട് അധികം തീ വേണ്ട കേട്ടോ. തീ ഉണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ പുളിയും പിഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. അപ്പോൾ പടപടാന്ന് ശരിയാവും കേട്ടോ. എന്തോ ഒരു മണമെന്നറിയോ ആ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് അതിനകത്തോട്ട് കടുക് വറുത്തെടുത്തപ്പോഴത്തേന് സൂപ്പർ. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങോട്ട് ചേർത്ത് എന്താ രുചിയെന്നറിയോ സത്യം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ.